എവിടെ പോയിട്ടാ ഞാൻ അന്വേഷിച്ച പഠിച്ചോനെ ഷാജിയെ ജിന്റെ ചെറുക്കനായിട്ട് കണ്ടോ? ആ കടയിൽ കൊണ്ട് പോയിനോനെ. പടച്ചോനെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ കൊടുത്ത പൈസ പാത്തുവോ ഞമ്മളുടെ പിച്ചക്കാരാ എല്ലാ പേരും ഇരിക്കാൻ പെണ്ണ് വെച്ചാനെ. നിങ്ങളെ കണ്ടാലോ പിച്ചക്കാരമായിരിക്കും, പക്ഷെ ഇന്നെ കണ്ട അങ്ങനെ തോന്നൂല. പെർമാനിച്ച് ഇന്റെ അങ്ങക്ക് കടി കയറിക്കേ ഓരോ പണി ഞാൻ കഴിച്ചു. ഓ നല്ലോ ലാഭായി. ഇപ്പൊ എല്ലോ കിട്ടി. തുണി കുപ്പായ എടുക്കാൻ തന്ന പൈസ ഒരു ജയിച്ച് വാങ്ങിക്കേ. ഞാൻ എത്ര കാലം ഒരു പെണ്ണിടിച്ചാലും വേണ്ടി പറയണു. പിന്നെ ഞാൻ പെണ്ണ് കെട്ടിച്ചിട്ട് എന്റെ കുട്ടി പെണ്ണ് കെട്ടും. ഞാൻ ഏത് ചാണകുച്ചിന്നാണെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടെത്തും. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ചാണാക്കുച്ചിന് പെണ്ണ് നല്ല കിട്ടില്ലേ പോക്കണത്തോളച്ചിനേക്കാം. എനിക്ക് പണിക്കോവാൻ പൂജയൊക്കെ ഉണ്ട്. ഏട്ടൻ പണിക്കോവാൻ ഞാനെങ്ങനെ പണിക്കോവാ? ഇച്ച് പെണ്ണിടിച്ചാലാതെ ഞാൻ പണിക്ക് പോകൂല. നിങ്ങൾ ഈ മൂത്തോനെങ്കിലും ഒന്ന് പെണ്ണിട്ടിച്ചു. ഇതാണ് ശുക്രാക്ക് ഞാൻ പറഞ്ഞ എടേ പോക്കരാക്കാന്റെ പേരാ. ഇവിടെ 9 പോത്തുണ്ട്. അപ്പൊ ഞാൻ എന്റെ ആങ്ങളോട് കൂട്ടിക്കണ്ടേ 10 പോത്തേ വിൽക്കില്ലേ. ഇത് മുറ്റം നോക്കിങ്ങട്ടെ. ഇന്നാലല്ലേ ഞങ്ങൾക്കൊന്ന് പെണ്ണിട്ടാൻ പറ്റുള്ളൂ. മൂത്തോനായാലും മൂക്കാത്തോനായാലും പണിക്ക് പോവാതെ നിങ്ങക്ക് പെണ്ണിനെ കെട്ടിച്ച് തരൂല ഞാൻ. മൊസൈക്കാണ് ഇവിടെ. മിക്കവാറും ചക്ക മുറ്റത്തേക്കാൻ കിടക്കല്ലേ. പാത്തുവോ പോക്കരാക്കാരുടെ തൊഴിൽ ഒറ്റ പള്ളി ഞാൻ നാട്ടുകാർ പറഞ്ഞേ. അതിന് പോക്കരാക്കാനല്ലല്ലോ ഓൻ കെട്ടണത്. അസ്സലാമലൈക്കും. ഇതിന്റെ പറ്റി ആൾക്കാർ നോക്കണ്ട പച്ചേ ഉള്ളിക്ക് വരി. നമുക്ക് ലാഭാണ്. ഞാൻ ഒക്കെ പറഞ്ഞ പച്ചേ എവിടെ നാളെ എനിക്കൊരു കല്യാണ പ്രായം ആയി കഴിഞ്ഞാലേ ഏട്ടന്മാരെന്താ പെണ്ണിട്ടാത്തന്നെ നമ്മളോട് ചോദിക്കൂലോ? നമ്മൾ എന്ത് മറുപടി അവരോട് പറയും? ഒരു പെണ്ണെ ഒരു തച്ച് പോയി നമുക്ക് മാനസികണേ. അതിന് ശുക്രാക്ക് ഇടയ്ക്കൊക്കെ ഓരോ ഗുളിക അങ്ങോട്ട് കൊടുത്താ പോരെ. അനക്കും പിരാന്ത് ഓക്കും പിരാന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്ക് കല്യാണ പ്രായാലേ ഞാൻ അവിടെ ആരത്തും ചോദിക്കാനും പറയാനൊന്നും വരൂല. നിങ്ങൾ എന്റെ പേര് പറഞ്ഞിട്ടേ അങ്ങനെ ഉണ്ടാക്കണ്ട. ശുക്രാക്ക ഇവിടെ നിന്റെ ആങ്ങൾക്ക് ഒരു പെണ്ണിനെ കിട്ടിയ ഓന്റെ ജീവിതം സെറ്റ്. ഓളെ ജീവിതം കട്ടാ പോകെ. പാത്തുവോ ഇവിടെ എന്നത്തെയും പോലെ ഇന്നും തുടങ്ങിയില്ലേ? ഓക്ക് മാത്രമല്ല പിരാന്ത് നായ്ക്ക് പിരാന്ത തോന്നുന്നത്. കള്ള നായി എന്റെ 50 വരെ കൊണ്ടുപോയി. ഓളൊരു പെണ്ണ്. അമ്മിണിക്കുട്ടി കുറച്ച് വെള്ളം. നിങ്ങക്ക് വെള്ളല്ലേ വേണ്ടത്? അത് ഞാൻ പോയി കൊണ്ടുവരേ. വെറുതെ എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കണു? പാത്തുവാ അല്ലണ്ടേ എന്റെ ആങ്ങളെ കൊണ്ട് എന്റെ മൂത്തച്ഛനെ കൊണ്ട് കെട്ടിച്ചാലാ. വെള്ളമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. വെള്ളം കിട്ടില്ല തന്ത ചാവൊന്നുമില്ല. അപ്പോൾ തന്നെ നല്ല സുന്ദരി ഓളെ കാണാൻ. അതിനേക്കാൾ നല്ല ഓനെ പൊട്ടക്കനത്തിക്കാണ് ഉന്തിരുന്നതല്ലേ. ആരെപ്പറ്റി ലൂസറ പെടിന്റെ ആങ്ങളെ തല്ലി വെച്ചിട്ടാണല്ലേടി. ഓ ഇത് സുജായി 5 പൈസ കുറച്ചുകൂടി സംസാരിക്കാം. ഇവർക്ക് തന്നെ എന്റെ ആങ്ങളെ സുഖർ കെട്ടില്ല. ആരും വലിയ നിങ്ങളെ പൊന്നാങ്ങ വല്ല ജില്ലാ കളക്ടർ അല്ലേ. ഇന്നെ കിട്ടി തന്നെ വലിയ ഭാഗ്യം. ഇന്നെ കാണാൻ വന്നേ നിങ്ങളെ ആങ്ങാൻ തിന്നണ ഉണ്ടല്ലാന്ന് ബീരങ്കിന്റെ ഉണ്ടാണ് ഞാൻ പിടിച്ചു വെച്ചത്. യുദ്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞറിയോ? ഏഷ്യമെന്റ് കമ്പനിന്റെ മുതലാളിയാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് മൂപ്പർക്ക് പെയിന്റ് അടിച്ചാൽ 2 ഏഷ്യമെന്റിന്റെ ബക്കറ്റേ ഉള്ളൂന്ന്. വിവര വിദ്യാഭ്യാസം തന്നെ പിന്നെ എന്റെ കുട്ടി വല്ലതും കഴിച്ചോണോ? എന്റെ ആങ്ങളുടെ ജീവിതം പട്ടിലാക്കി കഞ്ഞി പോലെ അയക്കണ്. ആണോ? അങ്ങനെ കാണാൻ വന്നേ എന്റെ ബാപ്പാട് എന്നെ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് കരിനോളെ പറഞ്ഞ് പറ്റിച്ച് കെട്ടിച്ചു കൊടുന്ന്. എന്നാ പോയാ നമുക്ക് അടക്കിന് പോയാൻ പറ്റുന്ന വാരിത്തരാം. നിന്റെ പാട്ട് കേട്ടോണോ? ഞാൻ നന്നായി പാടും. എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പകരം കുട്ടിന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെ കയ്യിൽ കിട്ടിയത്. പാത്തു ആന്റി വർത്തക്ക് തീരെ പറ്റുന്നില്ല. നിങ്ങൾ നാളെയും പറ്റിയാ മതി. എനിക്ക് നോക്കൂടെ നിങ്ങൾ മുടത്തുക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോണ്ട് കോയി മുഷ്കിൽ നഹീ. ഞാൻ സുണകനെ തെരഞ്ഞു പോവാണ്. സുണകൻ ഉണ്ടാക്കണനുസരിച്ച് തലി കയറി നരങ്ങ മാക്കാലിയാള്. ബാലാലെ ആരാ മാക്കാലിനെ വിളിച്ചത്? എനിക്ക് നല്ല മനസ്സിലായി കിട്ടാ. അൽഹംദുലില്ലാ. செம்பகோ ஆஹா செம்பகம் அங்க இருக்கா? இந்த கதவெல்லாம் சாத்திக்கோ. ஆமா செம்பகம் இருக்கு, நானும் ஒண்ணு இருக்கு. என்ன പർച്ചേസിന് പോ. അതെങ്കിലും മനസ്സിലായാലേ മൊയ്താൾക്ക്. പറ്റൂലെങ്കിൽ അങ്ങ് പോടി. അന്നെക്കാൾ നല്ല മൊഞ്ചത്തി കുട്ടികൾ എന്റെ ശുക്കൂറിന് ഞാൻ കെട്ടിച്ചെടുക്കടി. മൊഞ്ചത്തിലേക്കാരും മൺചട്ടിയേക്കാരും അതിന് മാത്രം
ദാരിദ്ര്യം പിടിച്ച് കെട്ടാൻ മുട്ടിക്കുന്ന പെൺകുട്ടികളെ നീ ലോകത്തില്ല. ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലടി. നിങ്ങളെ മാറ്റി ചില ആണുങ്ങളുണ്ട് കെട്ടിക്കൊണ്ടിരുന്ന മുന്നേ വേറെ വർത്താനം കെട്ടിക്കൊന്ന വേറെ വർത്താനം. ഞാൻ ഇങ്ങോട്ട് പോവാണ്. അത് പോടി, പോയേക്കാ സ്പീഡിൽ ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട, ശമ്പളം വേണ്ട, ഞാൻ പോകുന്നു. എന്താ മണി പ്രശ്നം? നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ഞാൻ പൊരനിറങ്ങി നിൽക്കാണെന്ന് കരുതി. ആരിപ്പത് ജില്ലാ കളക്ടറോ? ടീച്ചറായി നിങ്ങളെപ്പോഴത്തെ മൂരാച്ചി പുറ്റാപ്പളമാർക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് എന്താ? തന്ത നന്നായാലല്ലേ മക്കള് നന്നാവും. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയോ? തന്തയും തള്ളയും കൂടെ ഒരാളിനെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ജീവിക്കാൻ പറ്റൂലെന്ന് എല്ലാം സഹിച്ച് അടുക്കളന്റെ മൂലക്കിലിരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ടേന്. അതൊക്കെ പണ്ട്, ഇപ്പൊ അതിന് കിട്ടൂല. എന്നാലും ഇതെങ്ങനെ ടീച്ചറായി? எப்ப பார்த்தாலும் 10 கடலை ஏறி நாய் அலைற மாதிரி அலைஞ்சு எங்க பார்த்தாலும் ഓഫർ ഓഫർ ഓഫർന്ന് അടി കയറിയത് ഈ കോസ്മോസിന്റെ സ്പോർട്സിന്റെ സാധനങ്ങൾ മാത്രമല്ല, പൗതിലേറെ വില കമ്മിയായിട്ടാണ് ഇവിടെ ഷർട്ടും പാന്റൊക്കെ കിട്ടാനുള്ളത്. അത് വലിയ ഓടും പെടുന്നതോ ജിമ്മിന് அந்த வெட்டி மேஜர் ஆட்டெல்லாம் என்கிட்ட ஆடக்கூடாது, புரியுதா? நீ வேணா പോ. നീ തന്നെ പോരണമെന്നില്ല, ഞാൻ സമ്പകത്തിനെ കൂട്ടി പോയിക്കോളാം. നോക്കി കാരണം പൊട്ട ചിമ്മിണി ഇരുന്നതല്ല, സാധാ ഷർട്ടും പാന്റും. ഞാൻ മാത്രല്ല ഇവിടെ ടോർച്ച് അയക്കണം നോക്കിയപ്പോ അതൊന്നുമില്ല. എന്നാ വരും ഷർട്ടും പാന്റും കാട്ടിയതാ. കണ്ണൂർന്ന് നോക്കി ഇതിന് 899 ഉറുപ്പില്ലേ? ആ സാധനമാണ് ഇങ്ങോട്ടൊക്കെ വെറും 399 ഉറുപ്പിക്ക് കൊടുക്കണേ. തന്നെ சரிம்மா, நான் போயிட்டு வரேன், பத்திரமா இரு, சாப்பிட்டுக்கோ, தூங்கிக்கோ, சரியாமா? வாங்க, சம்பக பிரச்சனை எல்லாம் முடிஞ்சு போலாம். നിങ്ങൾ ആരും പോരണ്ട, ഞാൻ